നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കേരളം ഇനി അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം. നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപനം നടത്തിയത്. സർക്കാർ പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രഖ്യാപനം തട്ടിപ്പല്ല, യാഥാർത്ഥ്യമെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ കേരളം അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം. അതിദാരിദ്ര്യമില്ലാത്ത നാടായി ലോകത്തിനു മുന്നിൽ നാം ഇന്ന് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ്. ഇത് പുതിയൊരു കേരളത്തിന്റെ ഉദയമാണ്. ചടങ്ങിൽ ആവേശമായി മമ്മൂട്ടി. 8 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ തന്നെക്കാൾ ചെറുപ്പമാണ് കേരളത്തിനെന്ന് മമ്മൂട്ടി. കേരളം എന്നേക്കാൾ ഇളയതാണ്, എന്നേക്കാൾ ചെറുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ കേരളം എത്രത്തോളം ചെറുപ്പമാണ്. ഇന്ന് ചേർന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലായിരുന്നു അതിദാരിദ്ര്യമുക്ത സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം. അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കട്ടെ, കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു. പ്രഖ്യാപനം തട്ടിപ്പെന്നാരോപിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ്. അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. പ്രതിപക്ഷ വിമർശനത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: ഇതൊരു തട്ടിപ്പല്ല, യാഥാർത്ഥ്യമാണ് എന്നത് നാം എല്ലാം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്. രാഷ്ട്രീയ വാക്പോരിനും സർക്കാരിന്റെ പകിട്ട് വിളിച്ചോതുന്ന വമ്പൻ പരിപാടിക്കും സാക്ഷ്യം വഹിച്ചാണ് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന ദിനം കടന്നുപോകുന്നത്. ന്യൂസ് ഡെസ്ക് 24. സൗദി അറേബ്യൻ എയർലൈൻസിൽ അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം വരുന്നു. ആദ്യഘട്ടത്തിൽ 20 വിമാനങ്ങളിലാണ് സേവനം ലഭിക്കുക. താമസിയാതെ എല്ലാ കാറ്റഗറിയിലും സേവനം ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സൗദി എയർലൈൻസ് വിമാനങ്ങളിൽ അതിവേഗ ഇന്റർനെറ്റ് സേവനം യാഥാർത്ഥ്യമാകുകയാണ്. സൗദി ഗതാഗത മന്ത്രി എഞ്ചിനീയർ സാലിഹൽ ജാസിർ പുതിയ സേവനം പരീക്ഷിച്ച് ഉറപ്പുവരുത്തി. SV-1044 വിമാനത്തിൽ 35,000 അടി ഉയരത്തിൽ പറക്കുന്നതിനിടെ മന്ത്രി തടസ്സങ്ങളില്ലാതെ വീഡിയോ കോൾ ചെയ്തു. സൗദി ലീഗ് ഫുട്ബോൾ മത്സരത്തിന്റെ തത്സമയ സംപ്രേഷണം മന്ത്രി കണ്ടു. ഇത് ആഡംബരമല്ല, അവശ്യ സേവനമാണെന്ന് മന്ത്രി പ്രതികരിച്ചു. 20 വിമാനങ്ങളിൽ നിലവിൽ ഈ സേവനം സജ്ജീകരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ മറ്റു വിമാനങ്ങളിലും എല്ലാ കാറ്റഗറികളിലും സേവനം ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നിലവിൽ 300 Mbps വേഗതയിൽ സേവനം ലഭ്യമാണ്. ഇത് 800 Mbps എത്തുമെന്നാണ് സൂചന. യാത്രക്കാർക്ക് വിമാനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ തടസ്സങ്ങളില്ലാതെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാക്കുകയാണ് സൗദിയുടെ ലക്ഷ്യം. 4G, 5G നെറ്റ്വർക്കുകൾക്ക് സമാനമായ വേഗത ലഭിക്കും. സോഷ്യൽ മീഡിയ വഴി സിനിമയും പാട്ടും ഉൾപ്പെടെ കാണാനും വീഡിയോ കോൾ ചെയ്യാനും സാധിക്കും. ബിസിനസ് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ സഹായകരമാകും ഈ സേവനം. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ. റിയാദിലെ കൊടുങ്ങല്ലൂർ നിവാസികളുടെ കൂട്ടായ്മയായ കിയയുടെ നേതൃത്വത്തിൽ കേരളപ്പിറവി ദിനം ആഘോഷിച്ചു. ബദ്ഹയിൽ നടന്ന ചടങ്ങിൽ കിയ പ്രസിഡന്റ് ജയൻ കൊടുങ്ങല്ലൂർ ഭാഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഭാഷാടിസ്ഥാനത്തിലാണ് ഐക്യ കേരളം രൂപം കൊണ്ടതെന്നും മാതൃഭാഷ മറന്നുപോകുന്നവരെ മലയാള ഭാഷയുടെ കരുത്തും ഓജസ്സും ബോധ്യപ്പെടുത്താനുള്ള ദിനം കൂടിയാണ് കേരളപ്പിറവി ദിനാഘോഷമെന്നും ജയൻ കൊടുങ്ങല്ലൂർ പറഞ്ഞു. സൈഫ് റഹ്മാൻ, VS അബ്ദുൽ സലാം, ഷാനവാസ്, മുസ്തഫ, ആഷിഖ്, അഫ്സൽ എന്നിവർ സംസാരിച്ചു. ജലാൽ മതിലകം, ഷംസു, അബ്ദുൽ മജീദ്, ലോജിത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഏറെയാണെന്നും ഇനിയും ധാരാളം മുന്നോട്ട് സഞ്ചരിക്കാനും നേട്ടങ്ങൾ കൈവരിക്കാനും കേരളത്തിന് കഴിയട്ടെ എന്നും പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ പോൾ സക്കറിയ കേരളപ്പിറവി ദിനത്തിൽ സൗദിയിലെ ദമാമിൽ 24മായി സംസാരിക്കുകയായിരുന്നു ഡോക്ടർ പോൾ സക്കറിയ. കേരളം പുരോഗതിയുടെ പാതയിലാണ്. കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഏറെയാണെന്നും ഇനിയും ധാരാളം മുന്നോട്ട് സഞ്ചരിക്കാനും നേട്ടങ്ങൾ കീഴടക്കാനും കേരളത്തിന് കഴിയട്ടെ എന്നായിരുന്നു പ്രശസ്ത മലയാള സാഹിത്യകാരനും എഴുത്തുകാരനുമായ ഡോക്ടർ പോൾ സക്കറിയയുടെ കേരള പിറവിദിന സന്ദേശം. സാംസ്കാരിക രംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് കേരളം കൈവരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ സന്തോഷമായി നവംബർ 1-ാം തീയതി കേരള പിറവി ദിനത്തിൽ ഇവിടെ സൗദി അറേബ്യയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ദമാമിൽ. എന്നെ ഇവിടെ ക്ഷണിച്ചു കൊണ്ടുവന്ന ദമാമിലെ സൗദി മലയാളി സമാജത്തിന് ഞാൻ നന്ദി പറയുന്നു. ഒരു 1500 വർഷമൊക്കെ ആയിട്ട് നമ്മൾ കേരളത്തിൽ തുടർന്നു പോരുന്ന, എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് അതാണ്. അതേ
സമുദായ സഹകരണം, മത സൗഹാർദ്ദം, അതെല്ലാം ഇവിടെയും അങ്ങനെ തന്നെ തുടർന്ന് പോരുന്നതായിട്ടൊക്കെയാണ് ഞാൻ സമാജത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് കണ്ടത്. മലയാളി എന്നുള്ള പേരിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നി. നമ്മളിനി കേരളം ഇനിയും ധാരാളം മുന്നോട്ട് പോകാനുള്ള, ഇനിയും നമ്മൾ വളരെ നേട്ടങ്ങൾ നേടിയിട്ടുണ്ട്. നമ്മളത് എല്ലാ കുറ്റങ്ങളോടും കുറവുകളോടും കൂടി അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോഴും നമ്മൾ ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റേത് സമൂഹത്തേക്കാൾ കൂടുതൽ പല കാര്യങ്ങളിലും മുന്നോട്ട് പോയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട സാംസ്കാരികമായ കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ മറ്റു ചില സമൂഹങ്ങളെപ്പോലെ അത്ര വലിയ ധനികരൊന്നും ആയിരിക്കില്ല, പക്ഷേ നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഇനിയും മുന്നോട്ട് പോകാൻ കേരളത്തിലുള്ള നമ്മുടെ ഭരണകൂടവും ബാക്കി എല്ലാ ഭരണകൂടങ്ങളും ഇതുവരെ അവരൊന്നും അതിൽ നിന്ന് ആ ശ്രമം നടത്താതിരുന്നിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു കൃത്യമായ മെസ്സേജ് ഇതാണ്. നമുക്കെല്ലാവർക്കും കൂടി ഒന്നു ചേർന്ന് ഇപ്പോൾ ഇവിടെ സൗദിയിലുള്ള 10-12 ലക്ഷം മലയാളികൾ കേരളത്തിലെ ഒരു ഇവിടെയുള്ള ഒരു പ്രവാസി ഒരു 4 പേരെ ഉള്ള ഒരു കുടുംബത്തെ കാത്തുരക്ഷിക്കുന്നു എന്ന് വന്ന കേരളത്തിൽ, എന്നാൽ പോലും ഒരു 19 ലക്ഷം മലയാളികളുടെ കാര്യങ്ങൾ ഇവിടെ നിന്ന് ഈ സമൂഹത്തിൽ നിന്ന് കേരളത്തിൽ അവരുടെ ജീവിതങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട്. ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ്, ജാതി മത വ്യത്യാസങ്ങളില്ലാതെ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ സന്ദേശം. അതുകൊണ്ട് നമുക്ക് നല്ല പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാം. സുബൈറുദ്ദീനൂർ, 24 ദമാം. പ്രവാസികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന തേക്കിൻകാട് കാർണിവൽ നാളെ നടക്കും. ദുബായ് എത്തിസലാത്ത് അക്കാദമിയിലാണ് പരിപാടി നടക്കുക. സുരേഷ് ഗോപി, കല്യാണി പ്രിയദർശൻ തുടങ്ങിയവർ അതിഥികളായി എത്തും. കേരളപ്പിറവി ആഘോഷത്തിന്റെ ഭാഗമായി തേക്കിൻകാട് കൂട്ടായ്മ അണിയിച്ചൊരുക്കുന്ന മഹോത്സവത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ് ദുബായ്. പുലികളി, ബാൻഡ് മേളം, ഘോഷയാത്ര, ചെണ്ടമേളം ഉൾപ്പെടെ തൃശൂരിന്റെ സാംസ്കാരിക വൈവിധ്യങ്ങളെല്ലാം ഒരിടത്ത് ഒരുമിക്കുന്നു എന്ന പ്രത്യേകതയാണ് പരിപാടിക്കുള്ളത്. ഘോഷയാത്ര, 1000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന കേരളപ്പിറവി ആഘോഷം ഉൾപ്പെടെ രാവിലെ മുതൽ രാത്രി വരെ നീളുന്ന ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ദുബായ് എത്തിസലാത്ത് അക്കാദമിയിലാണ് ആഘോഷ പരിപാടി അരങ്ങേറുക. സുരേഷ് ഗോപി, കല്യാണി പ്രിയദർശൻ എന്നിവർ അതിഥികളായി എത്തും. സ്റ്റീഫൻ ദേവസി, ഹരിചരൺ, ഹനൻ ഷാ എന്നിവരുടെ നേതൃത്വത്തിലുള്ള മെഗാ മ്യൂസിക്കൽ ഇവന്റും കാർണിവലിന്റെ ഭാഗമായി നടക്കുമെന്നും സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. പ്രവാസികൾക്ക് നാടിന്റെ ഇന്നലകളിലേക്കും ഓർമ്മകളിലേക്കുമുള്ള ഒരു തിരിഞ്ഞു നടത്തത്തിനുള്ള അവസരം കൂടിയാണ് തേക്കിൻകാട് കാർണിവൽ എന്ന കാര്യത്തിൽ സംശയമില്ല. 24 ദുബായ്. കേരള സെക്ടറുകൾ ഉൾപ്പെടെ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് മസ്കറ്റിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിന്റർ ഷെഡ്യൂൾ പ്രാബല്യത്തിൽ വന്നു. സർവീസുകൾ വെട്ടിക്കുറച്ചും സമയങ്ങളിൽ മാറ്റം വരുത്തിയുമുള്ള പുതിയ ഷെഡ്യൂൾ 2026 മാർച്ച് വരെ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. മസ്കത്ത് കൊച്ചി റൂട്ടിൽ പ്രതിവാര സർവീസുകൾ 4 കുറച്ചു. മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് തിങ്കൾ, ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലും കൊച്ചിയിൽ നിന്ന് മസ്കറ്റിലേക്ക് തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിലുമാകും സർവീസുകൾ. മസ്കത്ത് കോഴിക്കോട് സർവീസ് 3 ചുരുങ്ങി. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ മാത്രമാകും ഇരുവശങ്ങളിലേക്കുമുള്ള വിന്റർ ഷെഡ്യൂളിൽ സർവീസ്. മസ്കറ്റിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള സർവീസ് ആഴ്ചയിൽ 4 കുറഞ്ഞു. തിങ്കൾ, ബുധൻ, വെള്ളി, ശനി ദിവസങ്ങളിലാകും സർവീസ് നടത്തുക. മസ്കറ്റ് കണ്ണൂർ റൂട്ടിൽ ആഴ്ചയിൽ 4 ദിവസം വിമാനങ്ങൾ ഉണ്ടാകും. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിലാകും ഇരുവശങ്ങളിലേക്കുമുള്ള സർവീസുകൾ. മസ്കറ്റിൽ നിന്ന് തിരുച്ചിറപ്പള്ളിയിലേക്ക് പ്രതിവാരം 2-ഉം ഡൽഹിയിലേക്കും മുംബൈയിലേക്കും ദിവസവും സർവീസ് ഉണ്ടാകുമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു. സലാലയിൽ നിന്ന് കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കുമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. അതേസമയം വിന്റർ ഷെഡ്യൂളിൽ കേരള സെക്ടറുകളിലേക്കുള്ള സർവീസുകൾ വെട്ടിക്കുറച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് നടപടിക്കെതിരെ പ്രവാസികളുടെ പ്രതിഷേധം ശക്തമാണ്. വിമാനങ്ങൾ കുറയുന്നതോടെ ടിക്കറ്റ് നിരക്ക് ഉയരും. ശൈത്യകാല അവധി, ക്രിസ്മസ്, ന്യൂ ഇയർ ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ യാത്ര ചെയ്യാൻ വലിയ തുക പ്രവാസികൾ ചെലവഴിക്കേണ്ടി വരും. കണ്ണൂരിലേക്കുള്ള ഇൻഡിഗോ ഇതിനകം സർവീസ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഒമാനിലെ ബജറ്റ് എയർലൈനായ സലാം എയർ കോഴിക്കോട് സെക്ടറിൽ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഒമാനിൽ നിന്നും ബിനു കൊട്ടാരക്കരക്കൊപ്പം ജലീൽ കണ്ണമംഗലം, 24. OICC കുവൈറ്റ് നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. OICC ദേശീയ നേതാവ് വർഗീസ് പുതുക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. ആക്ടിംഗ് പ്രസിഡന്റ് സാമുവൽ ചാക്കോ കാട്ടൂർ കളീക്കൽ അധ്യക്ഷത വഹിച്ചു. ദേശീയ സെക്രട്ടറിമാരായ ജോയ് കരവാളൂർ, സുരേഷ് മാത്തൂർ എന്നിവർ സംസാരിച്ചു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹല കാസർഗോഡ് ഗ്രാൻഡ് ഫെസ്റ്റ് 2025 സംഘടിപ്പിച്ചു. ദുബായ് എത്തിസലാത്ത് അക്കാദമിയിലാണ് പരിപാടി നടന്നത്. പണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. KMCC നടത്തുന്നത് തുല്യതയില്ലാത്ത കാരുണ്യ സേവനങ്ങളാണെന്നും അത് മറ്റാർക്കും അത്ര ലളിതമായി ചെയ്യാൻ സാധിക്കുന്നതല്ലെന്നും
പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ചടങ്ങിൽ കാസർഗോഡിന്റെയും പ്രവാസ ലോകത്തിന്റെയും പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിച്ചു. വ്യവസായ പ്രമുഖനും സാമൂഹ്യ പ്രവർത്തകനുമായ ഖാദർ തെരുവത്തിന് ലെഗസി ലെജൻഡ് അവാർഡ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി സമ്മാനിച്ചു. പാക് അധിനിവേശ കശ്മീരിലെ പ്രക്ഷോഭത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യ. ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പും കാപട്യവും ഐക്യരാഷ്ട്രസഭയുടെ സമയവും ശ്രദ്ധയും അർഹിക്കുന്നില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി. 12 പേരുടെ മരണത്തിനും 200-ലധികം പേർക്ക് പരിക്കേറ്റതുമായ പാക് അധിനിവേശ കശ്മീരിലെ പ്രക്ഷോഭത്തിലാണ് ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത ഭാഷയിൽ മറുപടി നൽകിയത്. പാകിസ്ഥാന്റെ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യയുടെ UN മിഷനിലെ ഫസ്റ്റ് സെക്രട്ടറി ഭവിക മംഗളാനന്ദൻ. അടിസ്ഥാന ആവശ്യങ്ങൾക്കായി പ്രതിഷേധിച്ച സാധാരണക്കാരെയാണ് പാക് സൈന്യം കൊലപ്പെടുത്തിയത്. മേഖലയിലെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ അധിനിവേശം, അടിച്ചമർത്തൽ, ചൂഷണം എന്നിവയ്ക്കെതിരെയായിരുന്നു പ്രതിഷേധം. പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പിനും കാപട്യത്തിനും ഐക്യരാഷ്ട്രസഭയുടെ സമയവും ശ്രദ്ധയും അർഹിക്കുന്നില്ല എന്നും ഇന്ത്യ വിമർശിച്ചു. ഇന്ത്യക്കെതിരായ പാകിസ്ഥാന്റെ നിന്ദ്യമായ ആരോപണങ്ങളും നുണകളും സത്യത്തെ മറയ്ക്കില്ല എന്നും ഇന്ത്യ തുറന്നടിച്ചു. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ചു. 24 ഡൽഹി. കേരളപ്പിറവി ദിനത്തിലെ ഒരു രസകരമായ വാർത്തയിലേക്കാണിനി. കേരളത്തോട് പ്രിയം തോന്നിയ വിദേശ ദമ്പതികൾ അവരുടെ മകൾക്കിട്ടത് കേരള എന്ന പേരാണ്. അമേരിക്കൻ ദമ്പതികളുടെ മകൾക്ക് കേരള എന്ന പേര് വന്ന കഥ ഇനി. She's all the way from the United States of America. May I know your name? My name is Kerala. Kerala? How Kerala? You can answer me. മലയാളികൾക്ക് മാത്രമല്ല, അങ്ങ് അമേരിക്കയിലുള്ളവർക്കും ഈ കൊച്ചു കേരളത്തോട് അത്രമാത്രം സ്നേഹമുണ്ട്. ഒരേ ഒരു തവണ ഇവിടെ എത്തിയ റോബർട്ടിനും ഖാദറിനും മറക്കാനാകാത്ത ഓർമ്മകളാണ് കേരളം നൽകിയത്. ആ നല്ല ഓർമ്മകൾക്ക് വേണ്ടിയാണ് മകൾക്ക് കേരള എന്ന് പേരിട്ടത്. About 17 years ago, we lived here in Syria itself for a year, and when we went back home to the US, we were ready, waiting for a little girl named Kerala. Kerala. Number 1. ഗവേഷണത്തിന്റെ ഭാഗമായി 2008-ലാണ് ഇവർ കേരളത്തിലെത്തിയത്. സെന്റ് ഫ്രെയിംസ് എക്യുമെനിക്കൽ റിസർച്ച് സെന്ററിലായിരുന്നു പഠനം. ആ കാലത്താണ് ഖാദറിൻ ഗർഭിണിയായത്. അതുകൊണ്ട് തന്നെ മറ്റൊരു പേരിനെ കുറിച്ച് ഈ ദമ്പതികൾക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. എന്ന് പേര് വരാൻ കാരണം അവരുടെ മാതാപിതാക്കൾ തന്നെയാണ്. മാതാപിതാക്കളായിട്ടുള്ള റോബർട്ടും കാത്രീനും സുറിയാനി പഠിക്കാനും അതുപോലെ തന്നെ ഇന്ത്യൻ മ്യൂസിക് പഠിക്കാനുമായിട്ടാണ് അവർ ഇവിടെ വന്നത്. അപ്പോൾ നമ്മുടെ 40ാമത്തെ ജൂബിലിക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരമാണ് ഞാനും അറിയുന്നത് ഈ മകളുടെ പേര് കേരള എന്നാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് പിതാവ് റോബർട്ടിനൊപ്പം കേരള കോട്ടയത്തെത്തിയിരുന്നു. അന്ന് കേരളത്തെ അടുത്തറിഞ്ഞാണ് കേരളയും മടങ്ങിയത്. നവംബർ 17-ന് കേരളയ്ക്ക് 16 വയസ്സ് തികയും. നിലവിൽ ജെറുസലേമിലാണ് ഈ കുടുംബം താമസിക്കുന്നത്. ടോബി ജോൺസൺ, 24 കോട്ടയം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അധിക്ഷേപ പരാമർശവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം. മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവൻ, അതിനാലാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. ആണും പെണ്ണുമല്ലാത്ത മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയതാണ് നമ്മുടെ അപമാനമെന്നും PMS സലാം പറഞ്ഞു. ഒരു പുരുഷനാണെങ്കിൽ അതിനെ എതിർക്കാൻ എങ്ങനെ കഴിയുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. എതിർക്കുന്നു. എത്ര കോടി രൂപ കിട്ടിയാലും ഞങ്ങൾ അതിൽ ഒപ്പിടില്ല എന്ന് സ്റ്റാലിൻ പറഞ്ഞു. ഒരു വനിത, നിങ്ങളെപ്പോലെയുള്ള ഒരു വനിതയാണ് മുഖ്യമന്ത്രിയെങ്കിൽ ഞങ്ങളത് പഠിപ്പിക്കാൻ തയ്യാറില്ല. 10,000 കോടി രൂപ തന്നാലും ഇത്തരം വർഗീയ വിഷം ഞങ്ങളുടെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന് ഒരു വനിതാ മുഖ്യമന്ത്രിയായ പശ്ചിമ ബംഗാളിലെ മമതാജി പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം, അല്ലെങ്കിൽ പെണ്ണാകണം. ഇത് രണ്ടും കെട്ട ഒരു മുഖ്യമന്ത്രിയെയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം. അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരായ അധിക്ഷേപ പരാമർശം പിൻവലിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം മാപ്പ് പറയണമെന്ന് CPIM. പരാമർശത്തിനെതിരെ ലോക്കൽ കേന്ദ്രങ്ങളിൽ CPIM പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. 266 ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നുവന്ന ആശാസമരം അവസാനിപ്പിച്ചു.
ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചത് സമര വിജയമെന്ന് അവകാശപ്പെട്ടാണ് രാപ്പകൽ സമരം അവസാനിപ്പിച്ചത്. സമരാവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നതുവരെ ജില്ലാതലങ്ങളിൽ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഫെബ്രുവരി 10 സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ബ്ലോക്കിൽ തുടങ്ങിയ സമരം ഐതിഹാസികമെന്ന് വിശേഷിപ്പിച്ചാണ് ആശാ വർക്കേഴ്സ് മടങ്ങുന്നത്. 1000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ പ്രഖ്യാപനം സമരവിജയമെന്നും സമരക്കാർ ആവർത്തിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തൽ നീക്കം ചെയ്തു. രാപ്പകൽ സമരം മാത്രമാണ് അവസാനിപ്പിക്കുന്നതെന്നും ജില്ലാതലത്തിൽ സമരം വ്യാപിപ്പിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. സന്തോഷമായി, ഞങ്ങൾ ഇനി മുന്നോട്ട് നീങ്ങുന്നു, പിറകോട്ടില്ല, പിന്നോട്ടില്ല. ഞങ്ങൾ സന്തോഷമായിട്ട് വീട്ടിൽ പോകുന്നു. ഇനിയും ഞങ്ങൾ സമരമായിട്ട് വരും. സമരപ്രതിജ്ഞാ റാലിയോടെയായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധം ഔദ്യോഗികമായി അവസാനിച്ചത്. പരിപാടി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കെ രമ, രാഹുൽ മാങ്കൂട്ടത്തിൽ, സി.പി. ജോൺ തുടങ്ങിയ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.